മാർക്കസ് മാർഗ്ലോ തന്നെ ഒരു വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളി ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ആർട്ടിക്കിളിനകത്ത് കേരള ബ്ലാസ്റ്റേഴ്സും അർമാൻഡോ സാദിഖും തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറയും അർമാൻഡോ സാദിഖും തമ്മിൽ വീഡിയോ കോൾ കോൺവെർസേഷൻ വരെ ഉണ്ടായിരുന്നു എന്ന് മാർക്കസ് മർഗുലോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, മിഖായൽ സ്റ്റെഹറ സംസാരിച്ചിട്ട് പോലും നടന്നില്ല, പരിശീലകന് പോലും ആളിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം മാർക്കസ് പുള്ളിയുടെ ആർട്ടിക്കിളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനും മിഖായൽ സ്റ്റെഹറയ്ക്കും ഒന്നും അർമാൻഡോ സാദിഖും ഒന്നും സ്ട്രൈക്കറെ കൺവിൻസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എഫ് സി ഗോവ അത് നടത്തിയെടുത്തു. 2 വർഷത്തെ കോൺട്രാക്റ്റിൽ എഫ് സി ഗോവയുടെ ഭാഗമായി തീരും അർമാൻഡോ സാദിഖു എന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫോറിൻ സ്ട്രൈക്കർ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം എഫ് സി ഗോവ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ കൂടി ആരാധകരെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിക്കും. പ്രസ് റിലീസും വരും. അപ്പം എഫ് സി ഗോവയിലേക്കാണ് ഇനി അർമാൻഡോ സാദിഖു പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളെ കൊണ്ട്